ഉത്കണ്ഠ, ആധി ഇത് കുറയ്ക്കാൻ എന്ത് വഴി? പ്രിയമുള്ളവരെ, ഒരു സാധാരണക്കാരന്, ഒരു സാധാരണ ഗൃഹനാഥന് ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഘടകമാണ് ആധിയും ഉത്കണ്ഠയും. എന്താണ് കാരണം? വർദ്ധിച്ചു വരുന്ന ഹോസ്പിറ്റൽ ചെലവ് കൊണ്ട് ഒരു രോഗി വീട്ടിലുണ്ടായാൽ, അല്ലെ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ആരുടെ കയ്യിൽ നിന്ന് പണമുണ്ടാക്കാൻ പറ്റും? ഒരു മാർഗവും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്: ഒരു ഉചിതമായ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക. അങ്ങനെ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ കാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഉചിതമായ പോളിസിയെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഉത്കണ്ഠ, ആധി ഇത് കുറയ്ക്കാൻ എന്ത് വഴി? പ്രിയമുള്ളവരെ, ഒരു സാധാരണക്കാരന്, ഒരു സാധാരണ ഗൃഹനാഥന് ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഘടകമാണ് ആധിയും ഉത്കണ്ഠയും. എന്താണ് കാരണം? വർദ്ധിച്ചു വരുന്ന ഹോസ്പിറ്റൽ ചെലവ് കൊണ്ട് ഒരു രോഗി വീട്ടിലുണ്ടായാൽ, അല്ലെ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ആരുടെ കയ്യിൽ നിന്ന് പണമുണ്ടാക്കാൻ പറ്റും? ഒരു മാർഗവും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്: ഒരു ഉചിതമായ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക. അങ്ങനെ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ കാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഉചിതമായ പോളിസിയെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.